ഹായ്, PB ഡ്രീം ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിൻസ് ബോവൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ക്ലാഡിംഗ് ടൈൽ ഒരുപാട് കാണാറുണ്ടല്ലോ. ക്ലാഡിംഗ് ടൈലിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കോട്ടാണ്, ഒരു ക്ലിയർ കോട്ട്. അത് അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും അതിനെക്കുറിച്ച് അത് മിക്സ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടും. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും ഒട്ടും മടി കാണിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒട്ടും മടി കാണിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ആ നമ്പറിൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ക്ലാഡിംഗ് ടൈലിൽ ഒരു പ്രൊട്ടക്ഷൻ കോട്ടായിട്ട് കൊടുക്കുന്ന ഒരു ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതുപോലെ അത് അടിച്ചെടുക്കുക. ഇതേപോലെ മുകൾ ഭാഗത്തെല്ലാം ബ്രഷ് കൊണ്ട് അടിക്കുക. ഇപ്പോൾ റോളർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് സീലിങ്ങിലെല്ലാം പറ്റും. അതുകൊണ്ട് അവിടെ മാത്രം ബ്രഷ് ഉപയോഗിക്കുക. ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒരു ഇനാമൽ റോളർ കൊണ്ട് 4 ഇഞ്ച് റോളർ കൊണ്ട് ഇത് അടിക്കാവുന്ന കാര്യമുള്ളൂ. ഇതേപോലെ ഇനാമൽ റോളർ കൊണ്ട് ആ ടൈലിൻ്റെ മേലിൽ നല്ലതുപോലെ എല്ലായിടവും ക്ലിയർ കോട്ട് ചെല്ലത്തക്ക രീതിയിൽ നല്ലതുപോലെ അടിക്കുക. ഇപ്പോൾ അടിക്കുന്നത് കാണുമ്പോഴേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അടിക്കാത്ത ഭാഗവും അടിക്കുന്ന ഭാഗവുമായിട്ട് നല്ലതുപോലെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ അടിക്കുക. ഈ ടൈലിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇതിനകത്ത് നല്ല ഗ്രൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൊടിയും അഴുകും എല്ലാം പെട്ടെന്ന് പറ്റിപ്പിടിച്ച് ടൈല് വൃത്തികേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഒരു ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഈ പൊടിയെല്ലാം അതിൻ്റെ ആ ഗ്യാപ്പിനകത്തെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നൊരു തടയാൻ നമുക്ക് സാധിക്കും. അല്ലേ, ഇത് ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറി. കണ്ടോ എന്ത് വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്.